ഈ വർഷത്തെ അറബികൾ എന്ത് ചെയ്തു? ആമുൽ ഫീൽ എന്ന് വിളിക്കാൻ തുടങ്ങി. ആനക്കലഹം ഉണ്ടായ വർഷം, ആനക്കലഹ വർഷം, ആമുൽ ഫീൽ. അവരങ്ങനെ ആയിരുന്നു. ഒരു പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോൾ അന്ന് പ്രത്യേകിച്ച് കലണ്ടറൊന്നും ഇല്ലല്ലോ. ഹിജ്റ കലണ്ടർ വരുന്നതിന് മുമ്പ് അറബികൾക്ക് പ്രത്യേകിച്ച് വേറെ കലണ്ടറൊന്നുമില്ല. പ്രത്യേക അന്നും ഈ മറ്റുള്ള ആളുകൾക്ക് കലണ്ടറുണ്ട്. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെക്കേ അമേരിക്കയിലൊക്കെ ജീവിച്ചിരുന്ന മായൻ വർഗ്ഗക്കാർക്ക്, ആദിവാസി വിഭാഗ വർഗ്ഗക്കാർ, അവർക്കും കലണ്ടർ ഉണ്ട്. പക്ഷെ അറബികൾക്ക് കലണ്ടറൊന്നുമില്ല. അവർ ഈ സംഭവം വന്നപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ആമുൽ ഫീലിൽ ജനിച്ചയാൾ പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ ആമുൽ ഫീൽ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഉണ്ടായ സംഭവം, ആമുൽ ഫീൽ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഉണ്ടായ സംഭവം, അങ്ങനെയൊക്കെ ആളുകൾ വലിയ രൂപത്തിൽ അറബികൾ അതിനെ ഒരു കേന്ദ്രമാക്കി പറയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ജനിച്ച വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. അഥവാ ക്രിസ്താബ്ദം 571. ഏകദേശം മുഹറം മാസത്തിലാണ് ഈ ഒരു ഫീൽ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം മുഹറം, സഫർ, റബീഉൽ അവ്വൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 1.5 or 2 മാസം അടുപ്പിച്ചു, 50 or 55 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് പുറകിലേക്ക് പോയി അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ള ഏകദേശം ഒരു 24-25 വയസ്സ് പ്രായമായി. ഈ ഒരു സംഭവം നടക്കുന്ന ആമുൽ ഫീലിന്റെ 1.5 വർഷം ആ ഒരു ഗ്യാപ്പിനിടയിൽ അബ്ദുള്ളയുടെ സമയമായപ്പോ, വിവാഹ സമയമായപ്പോ അബ്ദുൽ മുത്തലിബ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട, വളരെ സ്വാധീനവും ആൾബലവും ഒക്കെയുള്ള, സമ്പത്തും ഒക്കെയുള്ള ഗോത്രം, ബനൂ സുഹ്റ ഗോത്രം, അവരിൽ നിന്ന് അബ്ദുള്ളക്ക് വേണ്ടി ഒരു വധുവിനെ അന്വേഷിച്ചു. അങ്ങനെയാണ് ആമിന ബിൻത്ത് വഹബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയാണ്. ആമിന ബിൻത്ത് വഹബ് ഇബ്നു അബ്ദി മനാഫ്. ഈ അബ്ദു മനാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബ്ദു മനാഫ് അല്ല, വേറെ അബ്ദു മനാഫാണ്. ഈ അബ്ദു മനാഫ് ഇബ്നു സുഹ്റ ഇബ്നു കിലാബ് ഇബ്നു മുറ. ഈ കിലാബ് ഇബ്നു മുറയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയും ഉപ്പയുടെ പിതൃപരമ്പരയും ഉമ്മയുടെ പിതൃപരമ്പരയും ഒന്നിക്കുന്നത്. എല്ലാവരും ഒരേ ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്ന് ചുരുക്കം. അപ്പോ ഈ സുഹ്റ ഗോത്രം, ബനൂ സുഹ്റ എന്ന് പറയുന്ന ഗോത്രത്തിലെ നേതാവായിരുന്നു വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ. ആമിന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഉപ്പ. അപ്പോ ഒരു ചില്ലറക്കാരിയല്ല, ഗോത്രത്തിലെ ഉയർന്ന ആളാണ്. മാത്രമല്ല ഗോത്രത്തിലെ സയ്യിദിന്റെ, നേതാവിന്റെ മകളുമാണ്. ഏറ്റവും അനുയോജ്യനായ ഒരാളെ തന്നെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളക്ക് വേണ്ടി കണ്ടെത്തി. അവരുടെ വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് കഴിയുന്നതിന് ശേഷം തന്നെ ഷാമിലേക്ക് അബ്ദുള്ള കച്ചവടത്തിനായി യാത്രയുമായി. ഷാമിലേക്ക് യാത്ര പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് മദീനയിലെത്താറാവുമ്പോൾ തന്നെ അന്നത്തെ യസ്രിബിൽ എത്താറാവുമ്പോൾ ഒരു അസുഖം പോലെ തോന്നി. അപ്പോ ബാക്കിയുള്ളവർ പോയിക്കോട്ടെ, ഞാനിവിടെ യസ്രിബിൽ നിൽക്കാം, എന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടല്ലോ. ഏതാണ് ഈ ബന്ധുക്കൾ? അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മയുടെ കുടുംബക്കാർ. അബ്ദുൽ മുത്തലിബ് ചെറുപ്പത്തിലെ യസ്രിബിലായിരുന്നല്ലോ. അപ്പോ സ്വന്തം ഉപ്പയുടെ സഹോദരങ്ങളും സഹോദരിമാരൊക്കെയുള്ള, ഉപ്പയുടെ ഉമ്മയുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെയുള്ള ആ കുടുംബമുള്ള ആളാണ്. അപ്പോ അവിടെ നിന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് രോഗമൊക്കെ മാറിപ്പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവിടെ നിന്നു. പിന്നീട് അവിടെ നിന്ന് മരണപ്പെട്ടു. തിരിച്ച് യാത്ര അവിടെ മക്കയിലെത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എവിടെ മകൻ എവിടെ? അങ്ങനെ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, മകൻ എവിടെ, അബ്ദുള്ള എവിടെ? ഇത് രോഗമാണ്. രോഗം അങ്ങനെ തോന്നിയപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് കരുതി ബന്ധുക്കളെടുത്ത് അവിടെ യസ്രിബിൽ നിന്നതാണ്. പക്ഷെ അബ്ദുൽ മുത്തലിബിനൊരു ഇതില്ലായിരുന്നു. ഇരുന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇരിക്കപ്പുറത്തി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മൂത്ത മകനെ തന്നെ പറഞ്ഞു വെച്ചു, പോയി നോക്കിയിട്ട് വാ, എന്താണ് സംഭവിച്ചത്. അങ്ങനെ ഹാരിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സംസം കുഴിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് പോയി. മദീനയിലെത്തി നോക്കിയപ്പോ അവിടെ അബ്ദുള്ള മരിച്ച്, മറമാടലൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. തിരിച്ചു വിഷമത്തോടു കൂടി വന്ന് അറിയിച്ചു, മരണമൊക്കെ അറിയിച്ചു. അന്ന് സ്വാഭാവികമായിട്ടും അബ്ദുള്ളയുടെ വിഷയത്തിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ടായി. അബ്ദുള്ളയുടെ സമ്പത്തായി അന്നുണ്ടായിരുന്നു. അബ്ദുള്ള വലിയ സമ്പന്നനൊന്നും ആയിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ അബ്ദുള്ള വലിയ സമ്പന്നനൊന്നും ആയിരുന്നില്ല. ഒരു 5 ഒട്ടകം, കുറച്ച് ആടുകള്, പിന്നെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ചരിത്രത്തിൽ പ്രസിദ്ധയായ ഒരു അടിമ സ്ത്രീ, അവര് എത്യോപ്യക്കാരിയാണ്. അങ്ങനെയുള്ള ഈ 3 വസ്തുക്കളാണ് പ്രധാനമായിട്ട് എന്ത് ഉണ്ടായിരുന്നു. ഒരു സ്വന്തമെന്ന് പറയാൻ അബ്ദുള്ള മരിക്കുമ്പോൾ അബ്ദുള്ളയുടേതായി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജനിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ
തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്ന് സ്വഹിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറെക്കുറെ റബീഉൽ അവ്വലിലാണ് എന്നും വിവിധ റിപ്പോർട്ടുകൾ പരിഗണിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. മറ്റു പല മാസങ്ങളും പറഞ്ഞിട്ടുണ്ട് എങ്കിലും. അതുപോലെ തന്നെ വർഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടമനുസരിച്ച് പിന്നോട്ട് പോയി നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിച്ച പണ്ഡിതന്മാരൊക്കെ മുൻഗണന നൽകുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്രിസ്താബ്ദം 571 എന്ന വർഷത്തെയാണ്. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞത് ദാക യൗമുൻ വുലിദ്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണല്ലോ. വയൗമുൻ ബുഇസ്തു, എനിക്ക് പ്രവാചകത്വം നൽകപ്പെട്ടത്, എന്നെ നിയോഗിക്കപ്പെട്ട ദിവസവും തിങ്കളാഴ്ചയാണ്. അല്ലെങ്കിൽ ഔ ഉൻസില അലയ്യ ഫീഹി, എനിക്ക് വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതും തിങ്കളാഴ്ചയാണ് എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ആമുൽ ഫീൽ വർഷത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടായത്. ഖൈസ് ഇബ്നു മഖ്റമ എന്ന സ്വഹാബിയും ഇതേ വർഷം തന്നെയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും, വുലിദ്തു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീൽ, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനിച്ചത് ആമുൽ ഫീലിലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം, അതിലുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തെ പല പണ്ഡിതന്മാരും സീറ രചിക്കുമ്പോൾ തന്നെ അത് പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഒരു പ്രത്യേക ഒരു ആരാധനയോ പ്രത്യേകമായ ഒരു പുണ്യമോ അതുകൊണ്ട് നമുക്ക് കാക്ഷിക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ജനന തീയതി വ്യക്തം അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകമായ എന്തെങ്കിലും നടപടിയോ വലം യുശ്റഅ ഫീഹി നൗഉൻ മിനൽ ഇബാദ, എന്തെങ്കിലും ഒരു ഇബാദത്തിന്റെ ഒരു ഇനമോ ശറഅക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുകയില്ല. ലാ ഇഹ്തിഫാലു ബി മൗലിദിഹി വലാ ഗൈരി, എന്തെങ്കിലും ജന്മദിന ആഘോഷമോ ആ രൂപത്തിലുള്ള എന്തെങ്കിലുമോ ശറഇൽ ഉള്ളതായി നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് സീറ രചിച്ച പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും.